ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പോക്കിമോൻ എക്സ്പ്ലനേഷനുമായിട്ടാണ്. ഇത് എപ്പിസോഡ് 41. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. വീഡിയോ മുമ്പായിട്ട് ഇതിൻ്റെ ബാക്കി എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്ലേ ലിസ്റ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എല്ലാവരും അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടിയും ചെയ്യുക. ആശും മിസ്റ്റിയും ബ്രോക്കും ഇവരെല്ലാവരും കൂടി പോക്കിമോൻ മാസ്റ്റർ ആവാലെ ജേണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരിപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുകയാണ്. ഇവിടെ നല്ല കാറ്റും അതുപോലെ ഈ അരുവി ഒഴുകുന്ന സൗണ്ടും, ഇവിടെയാണ് റെസ്റ്റ് എടുക്കാൻ പറ്റിയ മികച്ച സ്ഥലം. അതെ, റിലാക്സിന് പറ്റിയ സ്ഥലം. ഇന്നലെ ആശാണെങ്കിൽ ഗംഗാസ്കാൻ എന്ന് പറഞ്ഞ് വള്ളിയിലൊക്കെ തൂങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇത് നല്ല രസമുണ്ട്. അങ്ങനെ കണ്ണ് പൂട്ടിയാ പോണേ. കണ്ണ് തുറക്കുമ്പോൾ നേരെ മരത്തുമ്മ ചെന്ന് മുട്ടി കൊടുക്കും. പീക്കാച്ചുക്ക് ഓടി വരും. അപ്പോഴായിരിക്കും പീക്കാച്ചു ആ കാഴ്ച കാണുക. പീക്കാച്ചുയെ പോലല്ല വേറൊരു പീക്കാച്ചു. അവിടെ പീക്കാച്ചു ഒരു ഇല പറയുമ്പോൾ തന്നെ മറ്റേ പീക്കാച്ചു അവിടെ ഓടിപ്പോകും. അതിന് ബാക്കിൽ പീക്കാച്ചും ഓടും. അങ്ങനെയാണ് എപ്പിസോഡിന്റെ പേര് എഴുതി കാണിക്കുന്നത്, പീക്കാച്ചൂസ് ഗുഡ് ബൈ. അവരങ്ങനെ പീക്കാച്ചുവിന്റെ ബാക്കിൽ തന്നെ പോകും. ഇന്നലെ അവിടെയാണെങ്കിൽ ഒരുപാട് പീക്കാച്ചൂസ് ഉണ്ടാകും. പീക്കാച്ചുവിടെ ഒരു ഹായ് പറയുമ്പോൾ തന്നെ ബാക്കിയിലെ പീക്കാച്ചൂസ് ഒക്കെ അവിടുന്ന് പേടിച്ചോടും. എന്നാൽ അതിന്നൊരു ചെറിയ പീക്കാച്ചുവിന്റെ അടുത്തേക്ക് ഓടി വന്ന് പീക്കാച്ചു ഒന്ന് മണത്ത് നോക്കിയ ശേഷം ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്ത് അവരങ്ങനെ കൂട്ടുകാരാകും. അങ്ങനെ അവിടെയുള്ള ബാക്കിയിലെ പീക്കാച്ചൂസ് ഒക്കെ നമ്മുടെ പീക്കാച്ചുവിന്റെ അടുത്തോട്ട് വരും. അവസാനം അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു പീക്കാച്ചു അവരുടെ ഒരു ഭാഗം തന്നെയാണെന്ന്. എന്നെയും നിങ്ങളെ ഗ്രൂപ്പിൽ ചേർക്ക്, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് ആശും വരും. ആശു വരുന്നത് കണ്ട് തന്നെ ബാക്കിയിലെ പീക്കാച്ചൂസ് ഒക്കെ അവിടെ നിന്ന് ഓടിപ്പോകും. അവരൊക്കെ നിന്നെ കണ്ട് പേടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അവർ ഓടിപ്പോയത്. അവരങ്ങനെ ചെറിയൊരു റിവറിന്റെ അടുത്ത് ഫുള്ള് മോഡ് ഔട്ടായിരിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം പീക്കാച്ചു, പക്ഷേ എന്തുകൊണ്ടായിരിക്കും ആ പീക്കാച്ചുകളൊക്കെ എന്നെ കണ്ട് പേടിച്ചത്? ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. മിസ്റ്റി പറയും അവർ ചിലപ്പോൾ മനുഷ്യന്മാരായിട്ട് വലിയ ബന്ധം ഉണ്ടാവില്ല അവർക്ക്. പിന്നെ ഇതിലൂടെ മനുഷ്യന്മാരൊന്നും പോകാറുണ്ടാവില്ല, കാരണം അവർക്ക് ടൗണിലേക്ക് എത്തേണ്ട സമയം കുറച്ചുകൂടി കൂടും ഇതിലെ പോയാൽ. ഈ സ്ഥലം തന്നെയാണ് ആ പീക്കാച്ചുകൾക്ക് പറ്റിയ സ്ഥലം എന്ന് മിസ്റ്റി പറയും. ഇന്നലെ ഒരു പീക്കാച്ചു ആണെങ്കിൽ ഇവർ പറയുന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പീക്കാച്ചു പെട്ടെന്ന് കാൽ തന്നെ വെള്ളത്തിലേക്ക് വീക്കും. അതിനെ രക്ഷിക്കാൻ വേണ്ടി പീക്കാച്ചും എടുത്ത് വെള്ളത്തിലേക്ക് ചാടും. പീക്കാച്ചു മറ്റേ പീക്കാച്ചുയെ പിടിക്കെങ്കിലും പീക്കാച്ചുക്ക് തിരിച്ച് നീന്താൻ കഴിയില്ല. അപ്പോഴായിരിക്കും വേറെ പീക്കാച്ചുകൾ വന്ന് പീക്കാച്ചിനെയും മറ്റേ പീക്കാച്ചിനെയും രക്ഷിക്കുക. അങ്ങനെ ആശിന്റെ പീക്കാച്ചു ആണെങ്കിൽ ആ പീക്കാച്ചുയുടെ കൂട്ടത്തിലെ ഹീറോ ആയി മാറും. നിങ്ങൾ അവരൊന്ന് നോക്ക്, അവരെ മാത്രം നമ്മൾ പിടിച്ചു കൊടുത്താൽ ബോസ് എന്തായാലും നമുക്ക് പ്രൊമോഷൻ തരും. അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ടീം റോക്കറ്റ്. അതിന്റെ ഇടയിലാണ് അവരുടെ കാലൊന്നും തെറ്റി അവർ നേരെ തായോട്ട് വീക്കുക. രാത്രിയായപ്പോ പീക്കാച്ചുള്ള വക ഡാൻസ് ഒക്കെ ഉണ്ട് അവിടെ. മിസ്റ്റിയും ആശുമാണെങ്കിൽ അത് കണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബ്രോക്ക് വന്ന് പറയാം, നിങ്ങൾക്ക് ഡിന്നർ വേണ്ടേ? ഞാൻ കുറച്ച് സമയമായി ഡിന്നർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് ബ്രോക്ക് വന്ന് പറയും. ബ്രോക്ക് പറയും പീക്കാച്ചുക്ക് ലോകത്ത് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനെയായിരിക്കുമെന്ന്. ബ്രോക്ക് പറയും ആശിനോട്, ബ്രോക്ക് നന്ദിയുണ്ട് ഇതുപോലത്തെ നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാക്കി തന്നതിനെന്ന് മിസ്റ്റി പറയും. എന്നാൽ ആശാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആശ് വേറെ എന്തോ ചിന്തയിലാണ്. നീ ചിന്തിക്കുകയാണെന്ന് മിസ്റ്റി ചോദിക്കും. ബ്രോക്ക് ചോദിക്കും, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പനിയൊന്നുമില്ലല്ലോ? ആശാണെങ്കിൽ സന്തോഷത്തോടെ അവരോട് പറയും, ഒരു പ്രശ്നവുമില്ല. ആശാണെങ്കിൽ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉറങ്ങുന്ന സമയത്തും പെട്ടെന്നാണ് പീക്കാച്ചുവിന്റെ കൂട്ടമായ പീക്കാച്ചുവിന്റെ സൗണ്ട് കേട്ട് എല്ലാവരും നെട്ടി ഉണരും. ആ സൗണ്ട് കേട്ടത് എല്ലാ പീക്കാച്ചുവിനെയും ടീം റോക്കറ്റ് പൂട്ടിയിട്ടേക്കുകയാണ്. പീക്കാച്ചുവിന്റെ ഇലക്ട്രിക് ഷോക്ക് കൊണ്ടൊന്നും ആ വല ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരാണെങ്കിൽ ആശിനെയും കൂട്ടുകാരെയും ട്രാപ്പാക്കും. എന്നിട്ട് അവിടുന്ന് പീക്കാച്ചുകളെ കൊണ്ട് രക്ഷപ്പെടാൻ നിൽക്കും. അപ്പോഴായിരിക്കും പീക്കാച്ചു ആണെങ്കിൽ വല കടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കും. അത് കണ്ട് ബാക്കിയുള്ള പീക്കാച്ചുകളും കടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കും. അങ്ങനെ പീക്കാച്ചു വല കടിച്ചു പൊട്ടിച്ച് നേരെ ടീം റോക്കറ്റിന്റെ അടുത്തേക്ക് ചെല്ലും അവർക്ക് പണി കൊടുക്കാൻ വേണ്ടി. പീക്കാച്ചു ആണെങ്കിൽ ടീം റോക്കറ്റിനെ ശ്രദ്ധ തെറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആശും കൂട്ടുകാരും ബാക്കിയുള്ള പീക്കാച്ചുകളെ രക്ഷിക്കും. അവസാനം പീക്കാച്ചു അവരുടെ ബലൂണും കടിച്ചു പൊട്ടിച്ച് ടീം റോക്കറ്റിനെ തീരുമാനമാക്കും. താഴോട്ട് വരുന്ന പീക്കാച്ചുവെ ആശ് പിടിക്കുകയും ചെയ്യും. അവിടെയുള്ള പീക്കാച്ചുകളൊക്കെ ആശിന്റെ പീക്കാച്ചുവെ അവരുടെ ലീഡറായി കാണും. അവർക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയില്ല. അതെ, ആശിന്റെ പീക്കാച്ചുയെ നന്നായി തന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ ആശ അവിടുന്ന് നടന്നു പോകും. ബ്രോക്ക് ചോദിക്കും, നീ പീക്കാച്ചുയെ ഇവിടെ വിടുകയാണോ? അതെ, അത് ശരിയാണെന്ന് ആശ മറുപടിയും പറയും. ആശ്, നീ എന്താ ചെയ്യുന്നത്? ഇത് വളരെ മോശമാണ് കേട്ടോ എന്ന് മിസ്റ്റി പറയും. എന്റെ തീരുമാനം ഇതാണെന്ന് ആശും പറയും. അപ്പോഴായിരിക്കും അങ്ങോട്ട് പീക്കാച്ചു വരിക. പീക്കാച്ചു, ഞാൻ പോവുകയാണ്, നീ ഇവിടെ തന്നെ നിൽക്കണം. നീ ഇവിടെ നിൽക്കുമ്പോൾ നിനക്ക് നല്ല സന്തോഷമുണ്ടാകും. ഇവിടെ നിന്നെ പോലത്തെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കൂട്ടുകാരും ഉണ്ടാകും ഈ കാട്ടിൽ. പീക്കാച്ചു എന്ന് പറഞ്ഞ് ആശ അവിടെ നടക്കാൻ തുടങ്ങും. പീക്കാച്ചു ആണെങ്കിൽ ആശിന്റെ പിന്നാലെ തന്നെ ഉണ്ടാകും. പീക്കാച്ചു നിൽക്ക്, ഇവിടെയല്ലേ പീക്കാച്ചുകൾക്ക് നിന്നെ ഉറപ്പായിട്ടും ആവശ്യമുണ്ടാകും. അങ്ങനെ പറഞ്ഞ് ആശ അവിടുന്ന് ഓടും. പീക്കാച്ചു ആയിരുന്നു എന്റെ ആദ്യത്തെ പോക്കിമോൻ എന്നൊക്കെ ആശ ഓടുന്നതിന്റെ ഇടയിൽ ചിന്തിക്കുന്നുണ്ട്. ഇത്
നല്ലതിനാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ആശ പറയും. അപ്പോഴേക്കും ബ്രോക്കും മിസ്റ്റിയും ആശിൻ്റെ ഒപ്പം എത്തും. മിസ്റ്റി ചോദിക്കും, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? പിക്കാച്ചു, എൻ്റെ കൂടെ വരുന്നാട്ടും സന്തോഷം അവൻ ഇവിടെ നിൽക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ രാവിലെയാകും. പെട്ടെന്നാണ് ആശിൻ്റെ അടുത്തേക്ക് ഒരു നേര് ചേർന്ന് നിൽക്കുക. അത് വേറെ ആരുമല്ല, ആശിൻ്റെ പിക്കാച്ചു തന്നെയായിരുന്നു. അങ്ങനെ പിക്കാച്ചു അവിടെയുള്ള പിക്കാച്ചുകൾക്കൊക്കെ ഷെയ്ക്കാൻ്റെ കൊടുത്ത് നേരെ ആശിൻ്റെ അടുത്തോട്ട് ഓടി വരും. അങ്ങനെ ആശും പിക്കാച്ചു ഒന്നിക്കണ കാണിച്ചുകൊണ്ടാണ് 41ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, പിന്നെ ഹൈപ്പും ചെയ്യുക.